എല്ലാവർക്കും നമസ്കാരം. നോമ്പൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഡ്രിങ്കും ഒരു സ്നാക്കുമാണ്. ഒറ്റ സ്നാക്കായി തയ്യാറാക്കിയാൽ മുറിച്ച് ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മലബാറിൻ്റെ സ്വന്തം കായ്പോളയും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഡ്രിങ്കുമാണ്. ഒരു 4 പേർക്ക് സെർവ് ചെയ്യാൻ കണക്കിനാണ് ഈ ഒരു മിൽക്ക് ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുള്ളത്. 1/2 ലിറ്റർ പാലിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കുക. ചെറുതായൊന്ന് ചൂടാറി തുടങ്ങുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. സാഗോ അല്ലെങ്കിൽ സാബുദാന ചവ്വരി എന്നൊക്കെ പറയുന്നതാണ്. 1/2 കപ്പ് എടുത്തതിന് ശേഷം അരമണിക്കൂർ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതിന് ശേഷം ഒന്ന് വേവിച്ച് എടുത്തതാണ്. വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള ഈ ചവ്വരി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചവ്വരി ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ചൂടോടെ ഇത് തയ്യാറാക്കുന്നത്. നന്നായി ചൂടാറിയിട്ടും തയ്യാറാക്കുന്നതിന് പ്രശ്നമില്ല. സാബുദാന വേവിച്ച് വെക്കുമ്പോൾ കുറച്ചൊന്ന് ഇതുപോലെ കട്ടയായിരിക്കും. അപ്പോൾ ആ കട്ടകളെല്ലാം ഒന്ന് നന്നായി ഉടച്ച് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കസ്കസ് കുതിർത്തി വെച്ചതാണിത്. കറുത്ത കസ്കസ് കുതിർത്തി വെച്ചതാണ്. കസ്കസിന് പകരം ചിയാ സീഡ് കുതിർത്തി വെച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ നന്നാരി സർബത്ത് ചേർത്ത് കൊടുക്കും. മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പഞ്ചസാര ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ഞാനൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് മധുരം ആവശ്യം ഉണ്ടാവില്ല. നന്നാരി സർബത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിൻ്റെ കണക്കൊക്കെ അനുസരിച്ച് ഇത് മാറ്റി മാറ്റി ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ടും ചേർത്ത് കൊടുക്കാം. കുറച്ച് മധുരമുള്ള ഫ്രൂട്ട് ചേർക്കണം. പുളിയുള്ള ഫ്രൂട്ട് പാലിലേക്ക് ചേർക്കരുത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏത്തപ്പഴം ചെറുതായി മുറിച്ചതാണ്. കൂടെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് അനാറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനും അതുപോലെ നല്ല ഹെൽത്തിയുമാണ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്. നോമ്പൊക്കെ തുറന്നതിന് ശേഷം സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ചും നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നതിന് പകരം ഇതുപോലെ നല്ല ലൂസായിട്ട് ഇതുപോലെ ഒരു മിൽക്ക് ഡ്രിങ്കാണ് കുടിക്കുന്നതെങ്കിൽ ഒരുപാട് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ കുറവായിരിക്കും. അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. കുറച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഇനി തണുക്കാൻ വെക്കണം. ഏകദേശം ഉച്ച സമയത്ത് ഇതങ്ങ് തയ്യാറാക്കി വെച്ചാൽ ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് മൂടി ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായി നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും നന്നായി തണുത്ത് കിട്ടും. ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. നല്ല തണുപ്പിച്ച് ഈ ഒരു ഡ്രിങ്ക് നോമ്പ് തുറക്കി കുടിച്ച് വെക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി തയ്യാറാക്കുന്നത് കായ്പോളയാണ്. കായ്പോളയിലും ചെറുതായൊരു സ്പെഷ്യലായിട്ടുള്ള കായ്പോളയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ എടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 ചെറിയ ഏത്തപ്പഴം, അത്യാവശ്യം നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴുക്കാത്ത കുറച്ച് മീഡിയം പഴുപ്പുള്ള ഏത്തപ്പഴം എടുത്തിട്ടും കായ്പോള തയ്യാറാക്കാറുണ്ട്. അങ്ങനെ തയ്യാറാക്കുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ മാത്രം വാട്ടിയെടുക്കുക. ഇങ്ങനെ പഴുത്ത പഴം എടുക്കുമ്പോൾ നെയ്യിലിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ വാട്ടിയെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റിൽ ഇത് നന്നായിട്ട് വാടി പാകമായിട്ട് വരും. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതേ പാനിൽ ഇതേ നെയ്യിൽ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂനട്ട് ചേർക്കാം. കൂടെ 1/2 കപ്പ് വറുത്ത കപ്പലണ്ടി ചേർക്കാം. ഒരു ചെറിയൊരു പിടി അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ചേർക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതും വറുത്ത് ഈ പഴത്തിൻ്റെ കൂടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു 5 മുട്ട എടുക്കാം. 5 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം.
2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഓപ്ഷണലാണ്. പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഏലക്കപ്പൊടി മാത്രമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് കൊണ്ട് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. ഒരു ചെറിയ നുള്ള് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും ബാക്കി നട്ട് മിക്സും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു 2 പിടി ചെറിയ തേങ്ങ കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. കപ്പലണ്ടിയും തേങ്ങയൊക്കെ ചേർത്ത് കായ്പോള ഉണ്ടാക്കിയാൽ നല്ല രുചിയുണ്ട്. ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. അബി ഫിറോസ് മോമി വ്ളോഗർ എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയൊരു കൈപ്പോള തയ്യാറാക്കേണ്ടത് കുറച്ച് കുഴിഞ്ഞ പാത്രത്തിലാണ്. അങ്ങനെ കുഴിഞ്ഞ പാത്രം ഒരു സോസ് പാനോ അല്ലെങ്കിൽ ഒരു കുഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. കാരണം ഇത് ബേക്കായി വരുമ്പോൾ കുറച്ച് പൊന്തി വരും. അപ്പോൾ ഈ ഒരു സോസ് പാനിൽ ആദ്യം നെയ്യ് ഒന്ന് നന്നായി തടവണം. സൈഡ്സിലും അതുപോലെ താഴെയും നല്ലതുപോലെ നെയ്യ് തടവി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കായ്പോള തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഡയറക്റ്റ്ലി അടുപ്പിൽ വെക്കാത്തതാണ് നല്ലത്. ഒരു പഴയ തവയോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ആയിട്ട് പാത്രം വെച്ച് കൊടുക്കുക. തവ വെക്കുന്ന സമയത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് തവ ഒന്ന് ചൂടാക്കുക. പിന്നെ അതിനുശേഷം സിമ്മിൽ ഏറ്റവും ചെറിയ തീയിലിട്ട് മാത്രം കായ്പോള തയ്യാറാക്കിയെടുക്കുക. കാരണം ഇത് സ്ലോ ആയിട്ടാണ് ബേക്ക് ചെയ്ത് വരേണ്ടത്. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യുക. 20 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും ഇത് തയ്യാറായി വരാൻ. ഓരോരുത്തരും തയ്യാറാക്കുന്ന ഒരളവിൽ ആയിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടിയതായതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 25 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്ക്യൂവറോ മറ്റോ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. സ്ക്യൂവറിലൊന്നും തന്നെ ആ ഒരു പാർട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം നന്നായി വെന്തിട്ടുണ്ട്. മുകൾ ഭാഗം ഇതുപോലെ തന്നെയായിരിക്കും. വെന്തിട്ടില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ ഒരു കളർ ചേഞ്ച് മാത്രമായിരിക്കും ഇല്ലാത്തത്. അപ്പോൾ അതുകൂടി ഒന്ന് തയ്യാറാക്കാൻ വേണ്ടി ഒരു തവയിലേക്ക് ജസ്റ്റ് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ആ മുകൾ ഭാഗത്തിനും കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരും. എപ്പോഴും കായ്പോള എടുക്കുന്ന സമയത്തും അരികെല്ലാം ഇതുപോലെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്തിട്ട് വേണം പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ അത് പോകുന്നോളും. നെയ്യ് ഗ്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് വരുന്നത്. ഇതിപ്പോൾ ഞാൻ നല്ല ചെറിയ തീയിൽ 25 മിനിറ്റ്സ് വെച്ചിട്ട് കൂടി ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ബട്ട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. വെച്ചിട്ട് വെക്കുമ്പോഴും 2 മിനിറ്റൊക്കെ മാത്രം വെച്ച് കൊടുക്കുക. ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ കളർ മാറിപ്പോവും. ഇത് വളരെ ചെറുതായൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഇത്രയും പൊക്കത്തിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു കായ്പോളയാണ് തയ്യാറായി കിട്ടുന്നത്. നല്ല ടേസ്റ്റിയാണ്, നല്ല പെർഫെക്റ്റാണ്. നമ്മൾ സ്പെഷ്യലായിട്ട് കപ്പലണ്ടിയും തേങ്ങ ചിരവിയതൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നോമ്പിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല നോമ്പ് റെസിപ്പികളും അല്ലാത്ത റെസിപ്പികളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.